ഹലോ, ഞാനൊരു വെറൈറ്റി ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ. ഇത് സക്സസ് ആവില്ല എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ സക്സസ് ആയി. അപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് സക്സസ് ആവുമെന്ന് എൻ്റെ കൂട്ടുകാരെ കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പം എന്തായാലും അത് ആ സ്വീറ്റ് സക്സസ് ആയി, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമുക്കൊക്കെ വിശ്വസിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന്. കാരണം നമ്മൾ വീട്ടിൽ വെച്ച് നല്ല ഹെൽത്തി ആയിട്ട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി. അതിന് സാധനമൊന്നുമില്ല കേട്ടോ. ഒരു 3 ഐറ്റം ചേർത്തിട്ട് ഉണ്ടാക്കിയ സ്വീറ്റാണ്. പക്ഷേ എങ്കിൽ നല്ല കിടക്കാച്ചി സ്വീറ്റ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഈ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊട്ടുകടല, അതേ കപ്പിന് 1 കപ്പ് പാല്, ഇത് ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് വേവിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ച് അപ്പോൾ നന്നായിട്ട് തിളച്ച് അത് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പാല് നന്നായിട്ടൊന്ന് വറ്റണം അല്ലേ. അപ്പോൾ ആ പാല് വറ്റി, അതുപോലെ തന്നെ ആ കടല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂട് പാത്രമല്ലായിരുന്നു. അപ്പോൾ ഇതിനകത്താണെങ്കിൽ വേഗം ഡ്രൈ ആവും. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 7-10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 ഏലയ്ക്ക. ഇനി ഇത്ര നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. കണ്ടില്ല, അപ്പോൾ നന്നായിട്ട് അത് അരച്ചുകൊണ്ട് വന്നു. പക്ഷേ എങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് കൂടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്നുകൂടെ അരച്ചുകൊണ്ട് വരാം. അതിലപ്പോൾ അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അത് ഇച്ചിരിയും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം. അപ്പോൾ നമുക്ക് ഒരു 1/2 കപ്പും കൂടെ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരട്ടെ. കണ്ടില്ല, അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സ്റ്റവ് കത്തിച്ച് പാനടപ്പേ വെച്ച് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ കടലപ്പരിപ്പിൻ്റെ ആ മിക്സർ അത് അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പാലൊഴിച്ച് ആ കടലപ്പരിപ്പ് വേവിച്ചത് കൊണ്ട് അതുകൊണ്ട് ഇനി ഒരുപാട് നേരമൊന്നും ഇട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വേഗം പണി കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഒരു കടലപ്പരിപ്പല്ലേ, അപ്പം പൊട്ടുകടലയുടെ ആകുമ്പോൾ ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും കണ്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പൊടി ശർക്കരയാണ് ചേർക്കുന്നത്. ഞാൻ ആ കടലപ്പരിപ്പ് അളന്ന അതേ അളവിനാണ് ശർക്കരയും ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ആ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടൊന്ന് ഡ്രൈ ആവണം കേട്ടോ. ഈ പാനകത്തു നിന്നൊന്ന് വിട്ട് വരുന്ന ഒരു പരുവാവണം. അപ്പോൾ കണ്ടില്ല, ശർക്കര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേന് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവാവും കണ്ടില്ലേ. ഈ ഒരു പരുവത്തിലാവണം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടിയെന്ന് പറഞ്ഞ് നേരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേം വെച്ചും ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ആക്കണം. എന്നിട്ട് അത് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം പാനിൽ നിന്ന് വിട്ട് വരണം. അപ്പോൾ നമ്മളുടെ സ്വീറ്റിന് വേണ്ടുന്ന മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ വെച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ നന്നായിട്ടൊന്ന് നിരത്തി ഒരു ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് തണുക്കണം കേട്ടോ. ഇതാണെങ്കിൽ ഇവിടുത്തെ ഒരു മൈസൂർ പാക്കിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേഗം തണുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂട്ടുകാർ ഇത് വെളിയിൽ വെച്ച് തണുപ്പിച്ചാലും മതി. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ട് വേഗം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഞാനതൊരു പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തു. കണ്ടില്ല, അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമ്മളൊരു സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്വീറ്റ് അത് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടല്ലേ. എത്ര സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് കേട്ടോ. ഓയിലിട്ടാ അലിഞ്ഞു പോകും. നമ്മുടെ ഇവിടെ ബാംഗ്ലൂരിൽ മൈസൂർ പാക്ക് എന്ന് പറഞ്ഞ സംഭവം കിട്ടും. സെയിം ആ ടേസ്റ്റാണ്. അപ്പം എൻ്റെ കൂട്ടുകാർ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ചൂടോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുമാതിരി ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക. ഫ്രിഡ്ജിലോ പുറത്ത് വെച്ച് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇച്ചിരിയായിരുന്നു വെച്ചായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ എളുപ്പം നിങ്ങളെ കാണിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വെളിയിൽ വെച്ചിരുന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മുറിച്ചാൽ മതി കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്വീറ്റ്? നല്ല ഭയങ്കര എന്താ പറയുക, നല്ല ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൂസേ, എന്നാ നിനക്കൊരു പീസ് തരാം. വാ, എന്തിനാ ടേസ്റ്റ്? നിനക്ക് എന്താ ഫീൽ ആവുന്നേ? ഒബട്ടിൻ്റെ അതെയാ, അവന് ഒബട്ടിൻ്റെ ടേസ്റ്റ് ആവുന്ന കേട്ടോ. എനിക്ക് പക്ഷേ എങ്കിൽ മൈസൂർ പാക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നു. മൈസൂർ പാക്കിൻ്റെ ടേസ്റ്റ് വന്നില്ല നിങ്ങൾക്ക്? ലൈറ്റ് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് അത് ഇഷ്ടപ്പെട്ട് കഴിക്കും. ഓക്കെ.
അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ, സി യു.